വല്ലദീ യതതഅതഹു ഫീഹി ലഹു അജ്റാൻ. തപ്പിത്തടഞ്ഞ് ശ്രദ്ധിച്ച് ശബ്ദും മദ്ദുമൊക്കെ പരിഗണിച്ച് ഓതുന്നവരുണ്ട്. അവർക്ക് 2 കൂലിയുണ്ട്. ഒന്ന് ഓത്തിന്റെ കൂലിയാണ്, മറ്റൊന്ന് പ്രയാസം അനുഭവിക്കുന്ന കൂലിയാണ്. സഹോദരങ്ങളെ, അവർ ശ്രദ്ധിക്കുകയാണ്. ഒരു പുള്ളി വിട്ടുപോകാൻ പാടില്ല, ഒരു ഹർഫും മാറിപ്പോകാൻ പാടില്ല, ഒരു ശബ്ദ കൊഴിഞ്ഞു പോകാൻ പാടില്ല. ഇങ്ങനെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ചെറുതാണെങ്കിലും അള്ളാഹു അതിനെ കണക്കാക്കുന്നത്, റബ്ബ് അതിനെ എഴുതി വെക്കുന്നത് ചെറിയ കർമ്മമായിട്ടല്ല, വളരെ വലിയ അമലായിട്ടാണ്. ചെയ്യുമ്പോൾ ഇഖ്ലാസ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട പ്രവർത്തനം ചെയ്താലും, അതേ അത്ര കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത പ്രവർത്തനം ചെയ്താലും ഇഖ്ലാസ് വേണം. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. സ്വന്തം മകനെയും കൂട്ടി മിനയുടെ താഴ്വരയിൽ പോയി പരിശുദ്ധമായ തോളിൽ കല്ലേറ്റി കൊണ്ടുവന്നിട്ടല്ലേ കഅബ പുനരുദ്ധാരണം ചെയ്തത്. ആ കഅബയുടെ ഓരോ തറയിൽ ഓരോ സ്റ്റെപ്പും കല്ല് പാകുന്ന നേരത്ത്, പടവ് ചെയ്യുന്ന നേരത്ത്, അടുത്ത സ്റ്റെപ്പ്, അടുത്ത വരി തീരുന്നതിന്റെ മുമ്പ്, ഒരു വരി തീർന്നു കഴിഞ്ഞാൽ മഹാനവറുകൾ ചൊല്ലും, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ആരും കാണണമെന്ന ചിന്തയില്ല, ലോകത്താരും പ്രശംസിക്കണമെന്നുള്ള ബോധമില്ല. ആരെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ പ്രവർത്തനം നിർത്തുകയില്ല, ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് ഇത് കെങ്കേമമാക്കുകയും ഇല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ പടുത്തുയർത്തുന്ന ഭൂമിയിലെ ആദ്യത്തെ കേന്ദ്രമായ വിശുദ്ധ കഅബത്തുൽ മുശറഫ, അത് നേരത്തെ ജലപ്രളയത്തിൽ തകർന്നു പോയിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ പുനരുദ്ധാരണം നടത്താൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. പുനരുദ്ധാരണം നടത്തുമ്പോൾ ഓരോ വരിയും കല്ല് വെക്കുമ്പോൾ വളരെ ഇഖ്ലാസോടെ പറയുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞാൻ നിന്റെ ഖലീലായതുകൊണ്ട് നീ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എന്നാലും അല്ലാഹുവേ, എന്റെ മനസ്സിൽ ഒരു ആത്മാർത്ഥത വേണ്ടേ? ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയുന്നു, നീ ഇത് സ്വീകരിക്കണേ. എല്ലാ പടവുകളും പൂർത്തീകരിച്ച ശേഷം നീണ്ട ദുആയല്ലേ നടത്തിയത്. സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. വൈദി യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബയുടെ ഭിത്തികൾ പടുത്തുയർത്തിയ നേരം രണ്ടുപേരും അവസാനം ചുറ്റും നടന്നിട്ട് ചൊല്ലുന്നു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. മിനയിൽ നിന്ന് കല്ലേറ്റി കൊണ്ടുവന്നു എന്നതുകൊണ്ട് നീ സ്വീകരിച്ചോളണമെന്നില്ല. ഒരു കല്ലിന്റെ മേലെ മറ്റൊരു കല്ല്, അതിന്റെ മേലെ മറ്റൊരു കല്ല് കെടുത്തു വെച്ചുകൊണ്ട് വളരെ സാഹസപ്പെട്ട് കയറി നിന്നിട്ട് പടുത്തുയർത്തി എന്നതുകൊണ്ട് നീ സ്വീകരിച്ചോളണം എന്നില്ല. എന്നാലും അല്ലാഹുവേ, നിന്നോട് പറയുന്നു, ഒരിക്കലും ഈ പ്രവർത്തനം നീ തള്ളരുത്, നീ ഇത് കബൂലാക്കണേ അല്ലാ. ആ കഅബ പടുത്തുയർത്തിയ ശേഷമാണ് ദുആർന്ന കൂട്ടത്തിൽ കാണാം, റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഈ മക്കക്കാരിൽ ഒരു റസൂലിനെ നീ അയക്കണം, നിന്റെ കിതാബും ആ കിതാബിന്റെ വിശദീകരണവും പഠിപ്പിച്ച് ആത്മീയമായി അവരെ സ്ഫുടം ചെയ്തെടുക്കുന്ന ഒരു റസൂൽ, ആ റസൂലിനെ നീ നിയോഗിക്കണേ അല്ലാ. കഅബ പടുത്തുയർത്തിയ ശേഷം നടത്തുന്ന പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഞാൻ ഇത് പറഞ്ഞത് ചെയ്യുന്നത് കഷ്ടപ്പെട്ട പ്രവർത്തനമാണെങ്കിലും സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസാണ്. തീരെ കഷ്ടപ്പാടില്ലാതെ ചെയ്യുന്നതാണെങ്കിലും
വളരെ സുഖത്തിലും സുഷുപ്തിയിലും നിർവഹിക്കുന്നതാണെങ്കിലും അല്ല സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസാൻ. ഇപ്പൊ നിങ്ങൾ നോക്ക്, മുൻഗാമികളെ പോലെയല്ലല്ലോ. ഇവിടത്തെ അവസ്ഥ എനിക്കറിയില്ല. നാട്ടിൻ പുറങ്ങളിൽ എല്ലാ ഭാഗങ്ങളിലും നിസ്കരിക്കുന്നവർക്ക് ക്ഷീണമില്ല. അവർക്ക് നെറ്റി വെക്കുമ്പോൾ ഒരുപക്ഷെ പായയുടെ കനം കൊണ്ട് നെറ്റിക്ക് വേദന വരുന്നില്ല. കാരണം നല്ല സ്മൂത്തായ സോഫ്റ്റല്ലേ വിരിച്ചിരിക്കുന്നത്. എന്നാൽ എന്തെങ്കിലും നടന്നു വന്നിട്ടൊരു ക്ഷീണമോ ചൂടോ ഇല്ല. എയർ കണ്ടീഷനല്ലേ വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ദുർവാസന കൊണ്ട് മനസ്സ് മറ്റൊന്നിലേക്ക് മാറേണ്ടതില്ല. പള്ളിക്കകത്തതാ സുഗന്ധം ഇങ്ങനെ അടിച്ച് വീശിക്കൊണ്ടിരിക്കുന്നു. സൗകര്യങ്ങളുടെ പറുദീസയിലാണ് നിസ്കാരമെങ്കിലും അല്ല സ്വീകരിക്കാൻ ഇഖ്ലാസ് വേണം. കഷ്ടപ്പെട്ടാണ് ചെയ്തു എന്നതുകൊണ്ട് അല്ല സ്വീകരിച്ചോളണമെന്നില്ല. വളരെ സുഖത്തിൽ മാത്രം ചെയ്തു എന്നതും സ്വീകരിക്കാൻ മാനദണ്ഡമല്ല. അല്ല സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഇഖ്ലാസാണ്. അല്ല നമുക്കത് ഏറ്റിത്തെരുമാറാകട്ടെ. ആ ഇഖ്ലാസ് നല്ലോണം കൽബിലുള്ള മനുഷ്യൻ ഏത് ഘട്ടങ്ങളിലും അവന്റെ ആത്മാവന്റെ മനസ്സ് തിരിയുന്നത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിലേക്ക് അങ്ങനെ മനസ്സ് തിരിച്ചു വെക്കാൻ നമുക്ക് കഴിവ് വേണം. വിഷമഘട്ടങ്ങളിൽ മാത്രമല്ല, സന്തോഷഘട്ടങ്ങളിലും അത് വേണം, ദുഃഖഘട്ടങ്ങളിലും അത് വേണം, സന്തോഷഘട്ടങ്ങളിലും വേണം. അങ്ങനെ തിരിച്ചു വെച്ച് അള്ളാഹുവിലേക്ക് ചേരുന്നൊരു മനസ്ഥിതിയുള്ള മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിച്ചിട്ടുണ്ട്, റബ്ബിലേക്ക് അവന്റെ മനസ്സതാ ഒതുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിലേക്ക് ഒതുങ്ങിയ മനസ്സായതുകൊണ്ട് ആ മനസ്സിന് ഭീതിയില്ല, ദുഃഖമില്ല, സമാധാനമാണ്. അള്ളാഹുവിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ വലിയ സമാധാനമല്ലേ. അതാണ് നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ആയത്ത്, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. ഈമാനുള്ളവരെ മനസ്സിന് സായുജ്യം വരുന്നത്, തുമഇനീനത്ത് വരുന്നത്, സമാധാനം വരുന്നത് ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പറയൽ കൊണ്ടും ഓർക്കൽ കൊണ്ടും ചിന്തിക്കൽ കൊണ്ടുമാണ്. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും വലിയ സമാധാനമുള്ള മനസ്സ് ആരുടേതാണ്? ഏറ്റവും വലിയ തുമഇനീനത്തുള്ള നഫ്സ് ആരുടേതാണ്? സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്ഥിതിയാണ്. എന്തേ കാരണം? ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കണ്ടില്ലേ? കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി അഹ്യാനിഹി. 24 മണിക്കൂറും അവിടുന്ന് അള്ളാഹുവിന്റെ ദിക്റിലാണ്. കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ മനസ്സിന് ഉറക്കമില്ലല്ലോ. ലാ തുൻകിരിൽ വഹ്യ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബ്, ആ ഖൽബിന് ഉറക്കമില്ല. കണ്ണുറങ്ങിയാലും ഖൽബിന് ഉറക്കമില്ല. 24 മണിക്കൂറും അവിടുന്ന് ദിക്റിലാണ്. സഹോദരങ്ങളെ, ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോഴോ അള്ളാഹുവിന്റെ ദിക്റിലാണ്. സാധാരണ വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോഴോ അള്ളാഹുവിന്റെ ദിക്റിലാണ്. എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ ദിക്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ വസ്ത്രം ധരിക്കുമ്പോഴോ വസ്ത്രം അഴിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ ദിക്ർ ഒഴിവായിട്ടില്ല. ആ ദിക്ർ ഒഴിവാക്കാനുള്ള ശ്രമം പിശാചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തങ്ങൾ അതിനെ തടഞ്ഞിട്ടുണ്ട്, പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസിൽ കാണാം, ഒരിക്കൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ സ്വഹാബത്ത് ഒരുമിച്ചുണ്ട്. അപ്പോഴാണ് ഒരു ചെറിയ പെൺകുട്ടി നേരെ വന്ന് പാത്രത്തിലേക്ക് കൈയിടുന്നത്. കൈയിടാൻ വേണ്ടി, ചെറിയ കുട്ടിയല്ലേ, പാത്രത്തിലേക്ക് കൈയിടാൻ പോയപ്പോ തങ്ങൾ ആ കൈയൊന്ന് പിടിച്ചു വെച്ചു. ആ കുട്ടിയെ പിറകോട്ട് നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ഒരു അറാബി വരുന്നു കൈയിടാൻ വേണ്ടി. അറാബികൾക്ക് പിന്നെ അത്ര കഥയല്ലേ ഉണ്ടാവുള്ളൂ.
കൈയിടാൻ വേണ്ടി വരുന്നു, പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഒന്ന് വല്ലതും എടുക്കാൻ വേണ്ടിയിട്ട്. ആറാബിയുടെ കൈയും മറ്റൊരു കൈ കൊണ്ട് പിടിച്ചു ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കൈയും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശൈത്താൻ ഈ ഭക്ഷണം ഒന്ന് ഹലാലായി കിട്ടാൻ വേണ്ടി അധ്വാനിച്ച അധ്വാനം നിങ്ങൾ കണ്ടില്ലേ? ആദ്യം ഈ ചെറിയ പെൺകുട്ടിയെ വിട്ടു. കുട്ടികൾക്ക് അത്രയല്ലേ അറിയുള്ളൂ, അവർക്ക് ബിസ്മി ചൊല്ലണം എന്നുള്ള ആ ഒരു പിടിപാടിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ബിസ്മി അല്ലാതെ എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് എടുത്ത് ഭക്ഷിച്ചാൽ അതിൽ നിന്ന് കുറച്ചെങ്കിലും ശൈത്താന് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ആ കുട്ടിയുടെ കൈ പിടിച്ചു. പിന്നെ ശൈത്താൻ ഇതാ ആറാബിയെ പറഞ്ഞയച്ചു, ആറാബിയെയും ഞാൻ പിടിച്ചു. ഇപ്പൊ ശൈത്താൻ കുടുങ്ങി. ഇനി ആരെ പറഞ്ഞേക്കും? എന്നിട്ട് ആ കുട്ടിയെ വേക്കോട്ട് നിർത്തിയിട്ട് ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് തങ്ങൾ ഒരു കഷ്ണം എടുത്തു കൊടുത്തു. ഭക്ഷണത്തിൽ നിന്നൊരു ഭാഗം എടുത്തു കൊടുത്തു, ആറാബിക്കും എടുത്തു കൊടുത്തു. ഒരു ബിസ്മില്ലാഹി ചൊല്ലരുത് എന്ന നിശ്ചയപ്രകാരം പിശാച് അവിടെ പ്രവർത്തിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അനുകൂലമായി നിന്നില്ല. എല്ലാ ഘട്ടങ്ങളിലും അവിടുന്ന് അള്ളാഹുവിന്റെ ദിക്റിലാണ്. അള്ളാഹുവിലേക്ക് തിരിയുന്ന മനസ്സ്, ആ മനസ്സിനാണ് വലിയ സമാധാനമുള്ളത്. അത്ര സമാധാനമുള്ള ഒരു മനസ്സ് ലോകത്താർക്കാണ്? സഹോദരന്മാരെ, സദാസമയത്തും അള്ളാഹുവിലേക്ക് തിരിയുന്ന മനസ്സ്, ആ മനസ്സിന്റെ ഉടമകളാകുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവരെ പോലെ ലോകത്ത് സമാധാനവും സന്തോഷവുമുള്ള ഒരൊറ്റ കുട്ടിയെയും കാണാനൊക്കില്ല. അവരാണ് ശരിക്കും അന്നഫ്സുൽ മുത്മഇന്ന, അതിന്റെ ആളുകൾ അവരാണ്. നമ്മൾ എവിടെ എത്തിയത് എന്നറിയോ? അന്നഫ്സുൽ അമ്മാറ, കുറ്റകൃത്യങ്ങൾ സദാ പ്ലാൻ ചെയ്യുന്ന, അത് കൽപ്പിക്കുന്ന, അതിനു വേണ്ടി ആളെ തേടുന്ന, അതിനു വേണ്ടി കൂട്ടുകാരുകളെ അന്വേഷിക്കുന്ന, അതിനു വേണ്ടി ചങ്ങാതിമാരെ നോക്കി നടക്കുന്ന, അതിനു വേണ്ടി ആസൂത്രണം ചെയ്യുന്ന തത്രപ്പാടിലും തിരക്കിലുമാണ് നാം. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, ദുഷ്കർമ്മങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്ന ആത്മാവിൽ നിന്ന് മാറണം. പടിപടിയായി നഫ്സുൽ മുത്മഇന്നയിലേക്ക് നാം ഉയർന്നു വരണം. അള്ളാഹുവിലേക്ക് സമാധാനിക്കുന്ന മനസ്സ് വരണം. അള്ളാഹുവിലേക്ക് സായുജ്യമടയുന്ന മനസ്സ് വരണം. സുഹൃത്തുക്കളെ, അള്ളാഹുവിലേക്ക് നല്ലവണ്ണം ഒതുങ്ങുന്ന മനസ്സാണെങ്കിൽ ആ മനസ്സിന് ദിക്റിനോട് വലിയ താല്പര്യമാണ്, സ്വലാത്തിനോട് വലിയ ഇഷ്ടമാണ്. ദുആ ചെയ്യാൻ ഒരു ഘട്ടവും ഒഴിവാക്കില്ല. നിങ്ങളൊന്ന് കൂട്ടി നോക്കൂ, ഇന്ന് ഫർള് നിസ്കാരം എത്ര നിർവഹിച്ചു? എത്ര ആളുകൾ ദ്വാരക്കാതെ എണീറ്റ് പോയി? ഇപ്പൊ ഞാൻ വരുമ്പോ കുറച്ച് ചെറുപ്പക്കാർ ഒരു സ്ഥലത്ത് നിസ്കരിച്ചിട്ട് ഞാൻ അജബായി പോയി. അവര് നിസ്കാരം കഴിഞ്ഞ് ഇമാമിന്റെ ദ്വാക്കും കൂടി അവര് പോയി. എന്ത് ദ്വാ? ആർക്ക് ദ്വാ? ആർക്ക് ദ്വാ? ആർക്കാ വേണ്ടത് ദ്വാ? ആർക്കാ ദിക്ർ വേണ്ടത്? ദിക്റിന് നേരല്ല, ദ്വാന് നേരല്ല. എങ്ങനെ നമ്മളെ കൽബൊക്കെ നന്നാകുക? കൃത്യമായിട്ട് പറയാൻ പറ്റിയവരുണ്ടോ? 5 വക്ത് നിസ്കാരത്തിന്റെ ശേഷം പ്രായപൂർത്തിയെത്തിയതിനു ശേഷം ഒറ്റ ദിക്റും വിട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റിയല്ലോ ആരെങ്കിലും ഉണ്ടോ? ഒറ്റ നിസ്കാരത്തിന്റെ ശേഷം ദുആ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയാൻ പറ്റിയല്ലോ ആരുണ്ടോ? അവിടെയാ നമ്മളെ നഫ്സിന്റെ തുമനീനത്തിന്റെ കുറവാ. മരിക്കുന്ന സമയത്ത് മലക്ക് വിളിക്കുന്ന ഒരു വിളിയാണ് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. അത് കേൾക്കണമെങ്കിൽ അങ്ങനെ ഒരു വസ്തു വേണ്ടേ നമുക്ക്? അങ്ങനെ ഒരു ആത്മാവ് വേണ്ടേ സഹോദരിമാരെ? ദിക്ർ ചൊല്ലിയിട്ട് സന്തോഷം കണ്ടെത്തിയ മഹതിമാർ, ചെറുപ്പക്കാർ ദിക്റുല്ല, ദുആ അവരെണീറ്റ് പോയി. എന്ത് തിരക്കുണ്ടെങ്കിലും ഒരു 2 കലിമത്ത് ദ്വാരക്ക. അവിടെ ഇരുന്നിട്ട് ഒരു ഹംദും സ്വലാത്തും ചൊല്ലി റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന കിട്ടാത്തവരാരാ? എല്ലാവരും ദ്വാരക്കണം. അത് നമ്മുടെ സമൂഹത്തിൽ അള്ളാഹുവിനോട് നമുക്കുള്ള ടച്ചിന്റെ ഒരു കുറവാണ്. ഏറ്റവും ദുആ സ്വീകരിക്കുന്ന ഘട്ടമല്ലേ നിസ്കാരം കഴിഞ്ഞിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഒരു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന പറയാൻ കിട്ടാത്തവരാരാ? റബ്ബനാ തഖബ്ബൽ മിന്ന ചൊല്ലാൻ കിട്ടാത്തവരാരാ? എപ്പോഴും നമ്മളത് ശീലിക്കണം. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ നഫ്സിനെ തിരിക്കണം. അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തിരിക്കണം. റബ്ബിലേക്ക് സമാധാനം കൊള്ളുന്നവരാകണം. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ,
ഏറ്റവും സങ്കീർണമായ ഘട്ടങ്ങളിൽ മുഴുവനും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭയം പ്രാപിച്ചത്, മനസ്സ് തിരിച്ചു വെച്ചത്, സമാധാനം കൊണ്ടത് അള്ളാഹുവിലേക്ക് അവലാതി പറഞ്ഞിട്ടല്ലേ. വിശുദ്ധ റമളാനിന്റെ 17 നടന്ന ബദർ സമരം, പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ബദർ, ആ ബദറിൽ അരീശിൽ പന്തലിൽ തങ്ങൾ നിസ്കാരത്തിൽ കഴിയുമ്പോഴാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പന്തലിലേക്ക് ചെല്ലുന്നത്. സുജൂദിലായി നെറ്റിവെച്ചിട്ടുണ്ട്. കുറെ നേരം നെറ്റിവെച്ച് തങ്ങൾ സുജൂദിലാകുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കാതൊന്ന് അടുപ്പിച്ചു വെച്ച് നോക്കുന്നു, എന്താണ് ചൊല്ലുന്നതെന്ന് കേൾക്കാൻ. ആവർത്തിച്ച് സുജൂദിൽ ചൊല്ലുന്നത് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ബദറിലേക്ക് പുറപ്പെടുമ്പോൾ തങ്ങൾ ആരോടാ പരാതിപ്പെട്ടത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ഫലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ ചെറു സംഘത്തെ നീ ക്ഷയിപ്പിച്ചാൽ അല്ലാഹുവേ, ഇവരെ ശക്തി നീ നശിപ്പിച്ചാൽ അല്ലാഹുവേ, ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ഇവിടെ ഒരു കുട്ടിയും ഉണ്ടാകില്ല. നിനക്കൊന്ന് സുജൂദ് ചെയ്യാൻ ഇവിടെ ഒരു മഖ്ലൂഖ് ഉണ്ടാവുകയില്ല. നിനക്കൊന്ന് ദിക്ർ ചൊല്ലാൻ ഇവിടെ ഒരാളുണ്ടാവുകയില്ല. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ തങ്ങൾ പറയുന്നു ഖദ് ജാഅത്തിൽ ബുഷ്റാ. സുജൂദിലായിട്ട് ഞാൻ അള്ളാഹുവിനോട് പരാതിപ്പെട്ടപ്പോ സന്തോഷം വന്നെത്തിപ്പോയി. ആയിരക്കണക്കിന് മലക്കുകളതാ പടിപടിയായി ഇറങ്ങിപ്പോയി. ഒരൊറ്റ നബിക്കും അല്ലാഹു മലക്കിന്റെ സൈന്യത്തെ ഇറക്കി കൊടുത്തിട്ടില്ലല്ലോ. പോരാട്ടങ്ങൾ നടത്തിയ നബിമാരെത്രയുണ്ട്. ആ നബിമാർക്ക് യുദ്ധത്തിന് ഏതെങ്കിലും ഒരു നബിമാർക്ക് അല്ലാഹു മലക്കുകളെ ഇങ്ങനെ സൈന്യങ്ങളായി ഇറക്കി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. സൂറത്ത് യാസീനിലൂടെ അല്ലാഹു പറഞ്ഞില്ലേ, വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെയും വിശ്വാസികളെയും ദൂതന്മാരെയും കൊന്നുകളഞ്ഞ സമൂഹം, അവരെ ശിക്ഷിക്കാൻ നമ്മൾ ആകാശത്തിൽ നിന്നൊരു സൈന്യത്തെ ഇറക്കിയിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ. അങ്ങനെ ശിക്ഷിക്കാൻ ഒരു സൈന്യത്തെ ഇറക്കുന്ന സമ്പ്രദായവും നമുക്കില്ല. ആദ്യമായിട്ട് സഹായത്തിന് ഒരു സന്നദ്ധ സേനയെ ആകാശലോകത്തിൽ നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുത്തത് ലോകൈക ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. അങ്ങനെ വലിയ സഹായം കിട്ടിയല്ലോ. എത്ര വലിയ സഹായമാണ് കിട്ടിയത്. ആ സഹായത്തിന്റെ ഊക്കുകൊണ്ടല്ലേ മഹാന്മാരായ ബദരീങ്ങളെ പറ്റി പറഞ്ഞത് ഹുമുൽ ജിബാലു ഫസൽ അൻഹും മുസാദിമഹും മാദാറ മിൻഹും ഫീ കുല്ലി മുസ്തദമി ഫസൽ ഹുനൈനൻ വസൽ ബദ്റൻ വസൽ ഹുദാ ഫുസൂല ഹത്തിഫിൽ ലഹും അദ്ഹാ മിനൽ വഖമി മൗലായ സ്വല്ലി വസൽ دائما أبدا على حبيبك خير الخلق كلهم. അള്ളാഹുവിലേക്ക് തങ്ങൾ മനസ്സ് തിരിച്ച എല്ലാ ഘട്ടത്തിലും വലിയ സഹായമല്ലേ അള്ളാഹുവിൽ നിന്ന് വന്നത്. റബ്ബിലേക്ക് തിരിയുന്ന മനസ്ഥിതി വേണം. ദിക്ർ വിട്ടു പോകരുത്, ദുആ ഒഴിവായി പോകരുത്. എല്ലാ ഘട്ടങ്ങളിലും എന്തിനാ ദുആ വെച്ചത്? മുസ്ലിമിന്റെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിയാനാണ്. മലമൂത്ര വിസർജനം കഴിഞ്ഞ് വരുമ്പോൾ നീ ഓർക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭക്ഷണം നൽകിയ ബാപ്പയെ, ഉമ്മയെ, കുടുംബക്കാരെ, കൂട്ടുകാരെ,
കുടുംബക്കാരെ സ്നേഹിതന്മാരെ ഓർക്കുന്നതിന്റെ മുമ്പ് നീ ഓർക്കേണ്ടത് അല്ലാഹുവിനെയാണ്. ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേറ്റാൽ വിരിപ്പ് വിരിച്ചു തന്ന മാതാവിനെ വിളിക്കുന്നതിന്റെ മുമ്പ്, ഓർക്കുന്നതിന്റെ മുമ്പ്, നിന്നെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയ പിതാവിനെ വിളിക്കുന്നതിന്റെ, ഓർക്കുന്നതിന്റെ മുമ്പ് നീ ഓർക്കേണ്ടത് അല്ലാഹുവിനെയാണ്. എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെ തന്നെയല്ലേ സഹോദരന്മാരെ? അല്ലാഹുവിലേക്ക് തിരിയുന്ന മനസ്സ് അല്ലാഹു നമുക്ക് ഏറ്റിത്തരട്ടെ. അങ്ങനത്തെ ഒരു മനസ്ഥിതി ഉണ്ടോ? എന്നാൽ ഇവിടെ പ്രയാസപ്പെടാനൊന്നുമില്ല. അങ്ങനെ മനസ്ഥിതിയുമായി കൊണ്ട് നടക്കുന്നവർക്ക് ആ മനസ്സിൽ ഏറ്റവും നല്ല ചിന്ത വരും, അതേ ഏറ്റവും നല്ല സ്വാധീനം വരും. അങ്ങനെ ഒരു മനസ്ഥിതി കെട്ടിപ്പടുത്തവർക്ക് അള്ളാഹുവിനോട് വലിയ ബന്ധമുണ്ടാകും. ആ ബന്ധമുണ്ടാകുമ്പോ റബ്ബിന്റെ ദിക്ർ ഒരു സുഖമായി കാണുമ്പോ, നിസ്കാരം ഒരു സുഖമായി കാണുമ്പോ, ഏറ്റവും വലിയ ദിക്റല്ലേ നിസ്കാരം. അതേ, വാഖിമിസ്സലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. ഏത് അമലും അല്ലാഹുവിനെ ഓർക്കാനാണ്. അതിൽ ട്രെൻഡ് കണ്ടെത്തിയ മഹാന്മാർ, അതിൽ കൂടുതൽ സായുജ്യം കണ്ടെത്തിയ മഹാന്മാർ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് അതിൽ നിന്ന് വന്നാൽ അവർക്കവിടെ ജീവിക്കാൻ തോന്നൂല. എത്രയുണ്ട് പറയാൻ. ഞാൻ ഉദാഹരണത്തിന് ഒന്ന് പറയട്ടെ. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു തടസ്സം വരുന്നിടത്ത് നിൽക്കാൻ അല്ല ഇഷ്ടപ്പെടുന്ന മഹാന്മാർക്ക് കഴിയില്ല. ചരിത്രത്തിൽ ഏറെ അറിയപ്പെടുന്ന, പലർക്കും ഒരുപക്ഷെ കേട്ട് പരിചയമുണ്ടാവുകയില്ലെങ്കിലും മഹാന്മാർക്കിടയിൽ വലിയ പ്രചാരമുള്ള മഹാന്മാരാണ് ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവും അതേ അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹുവും. രണ്ടുപേരും ഇരട്ട സഹോദരന്മാരാണ്. ഹസൻ ഇബ്നു സ്വാലിഹ്, അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു ഉമ്മാക്ക് ഇരട്ട കുട്ടികളായി പിറന്നവരാണ്. അതേ, അങ്ങനെയായിട്ട് അവരുടെ ബഹുമാനം കണ്ടില്ലേ? ആദ്യം ദുന്യാവിലേക്ക് വന്ന മഹാനാണ് ഹസൻ ഇബ്നു സ്വാലിഹ്. രണ്ടാമത് വന്ന ആളാണ് അലി ഇബ്നു സ്വാലിഹ്. ഒരിക്കൽ പോലും അലി ഇബ്നു സ്വാലിഹ് എന്ന ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രസവിച്ച ഈ അനുജൻ ജേട്ടന്റെ മുന്നിലൂടെ നടന്നിട്ടില്ല, ജേട്ടന്റെ മുന്നിൽ ഇരുന്നിട്ടില്ല, ജേട്ടന്റെ മുന്നിലൂടെ മുറിച്ച് കടന്നിട്ടില്ല. എന്തൊരു ബഹുമാനമാണ്! മാതാവ് പഠിപ്പിച്ച ബഹുമാനമാണ്. മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, അദബ് പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. അൽഹംദുലില്ലാഹ്, ഈ ഭാഗത്തുകാർക്ക് പൊതുവെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, പൊതുവെ അദബ് നല്ലവണ്ണമുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ആ അദബ് അല്ലാഹ് പൊരുത്തപ്പെടുന്ന തരത്തിലാക്കി തരട്ടെ. അത് കുറയരുത്. കുറയുന്നുണ്ട്. ഭൗതിക സൗകര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് പലപ്പോഴും അദബ് കുറഞ്ഞു പോകുന്നുണ്ട്. അദബ് കുറയാൻ പാടില്ല. അദബ് കുറഞ്ഞാൽ പിന്നെ ചെയ്യുന്ന അമലിന് ഒരു ഫലം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ദുനിയാവിലേക്ക് വന്ന ജ്യേഷ്ഠൻ വന്നിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന അനുജനാണ് അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു. ജീവിതകാലത്തൊരിക്കലും സഹോദരന്റെ മുന്നിലൂടെ നടന്നിട്ടില്ല. ഉപ്പമാരെ പഠിപ്പിക്കേണ്ട അദബാണ്. ജ്യേഷ്ഠനും അനുജനും 2 കുട്ടികളും നടക്കുമ്പോ മുന്നിൽ നടക്കുന്നത് അനിയനാണെങ്കിൽ മോനെ വിളിച്ചു പറയണം, മോനെ പിന്നാലെ നടക്ക്, ഇത് മൂത്താളാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ പിന്നാലെ നടക്കണം. ബാപ്പയും മോനും ഒരുമിച്ച് നടക്കുമ്പോ മകന് കഥയില്ലെങ്കിൽ, മോനെ ഞാൻ നിന്റെ ഉപ്പയാട് ബാക്കിൽ നടന്നോന്ന് പറയണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബാപ്പയും മോനും നടക്കുന്നൊരു ഘട്ടം കണ്ടപ്പോ 2 പേരെയും വിളിച്ചു. കുട്ടിയോട് ചോദിച്ചു, ഇതാരാണ് മോനെ? കുട്ടി പറഞ്ഞു, എൻ്റെ ഉപ്പയാണ്. തങ്ങൾ അത് പഠിപ്പിക്കുകയാണ്, ഉപ്പയാണോ? ഉപ്പാനെ പേരുകൊണ്ട് വിളിക്കരുത്, ഉപ്പാനെ മുന്നിലൂടെ നടക്കരുത്, ഉപ്പാനെ മുന്നിലൂടെ ചാടരുത്, ഉപ്പ പറയുന്ന നിർദ്ദേശങ്ങൾ കേൾക്കണേ. പഴയ കാലത്തൊക്കെ വലിയ ശ്രദ്ധല്ലേ?
ആ വിഷയത്തിൽ നല്ല സൂക്ഷ്മതയായിരുന്നില്ലേ? ഉമ്മമാരുപ്പമാരത് പഠിപ്പിക്കണം. അദബ് അല്ലാഹു തആല ഇങ്ങനെ കനിഞ്ഞേകണതല്ല. അൽ അദബു മിനൽ ആബാഇ വസ്സലാഹു മിനല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുന്നത് അല്ലാഹുവാണ്. നമ്മുടെ മക്കളെയും സന്താന ശിഷ്യ ഗുണങ്ങളെയും അല്ലാഹു തആല സ്വാലിഹീങ്ങളിൽ പെടുത്തി തരട്ടെ. സന്താനങ്ങളിൽ അല്ലാഹു സ്വലാഹിയത്ത് ഏറ്റിത്തരട്ടെ. സ്വലാഹിയത്ത് നൽകുന്നത് അല്ലാഹുവാണ്. അദബ് നൽകുന്നതോ മാതാപിതാക്കളിൽ നിന്ന് വരണം. നമ്മൾ പഠിപ്പിക്കണം. മൂത്ത കുട്ടി ഒരു സാധുവാണ്, ജേട്ടൻ. ആദ്യം നമുക്ക് പറഞ്ഞ കുട്ടി അയാൾ ഒരു സാധുവാണ്. രണ്ടാമത് പറഞ്ഞ ഒന്നുണ്ട്, അത് നല്ല വിക്രസ് ഉള്ളതാ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഈ വിക്രസ് ഉള്ള ഈ കുട്ടി ചൂട് പിടിക്കുമ്പോ അങ്ങനെ ഒരു സാധുവായി നടക്കുന്ന ജേട്ടനെ പേരെടുത്ത് വിളിച്ചാൽ ബാപ്പ വിളിച്ചിട്ട് പറയണം, മോനെ അതാരാ? അതിക്കാക്കേണ്, എന്നാ പേര് വിളിക്കാൻ പാടില്ല, ഒരിക്കലും പേര് വിളിക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ കേട്ടിനി മേലാൽ ആരും തന്നെ അത് കേൾക്കരുത്. ഞാനല്ല, നിന്നെ കാണുന്ന പരിചയമുള്ള ഒരൊറ്റ കുട്ടിയും അത് കേൾക്കാൻ പാടില്ല. നീ എപ്പോഴും ബഹുമാനത്തോടെ വിളിക്കാവൂ എന്ന ഒരു നിർദ്ദേശം ആ കുട്ടിയുടെ മനസ്സിൽ ഫസ്റ്റ് ഘട്ടത്തിൽ. നമ്മളങ്ങനെ നോക്കി ചിരിച്ചു നിന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പേരും വിളിക്കും. ഓ നല്ല ഉഷാറാണ്, കണ്ടില്ലേ, പേരൊക്കെ എടുത്ത് വിളിക്കുന്നത്. മറ്റേ ആൾക്ക് അത്രയൊന്നും ഒരു കഴിവില്ല എന്ന നിലക്ക് നമ്മൾ അതിന് സമ്മതം മൂളി ചിരിച്ചു കൊടുത്താൽ അടുത്ത ദിവസം നമ്മളെ പേരും വിളിക്കുന്നത് കേൾക്കാം. അങ്ങനെയാകരുത്. ബഹുമാനത്തിന്റെ തലങ്ങൾ പഠിപ്പിക്കണം. ഈ ജേട്ടനും അനുജനും തമ്മിൽ വലിയ ബഹുമാനമാണ്. അതിന്റെ കാരണം ആരാന്നറിയോ? അവരുടെ ഉമ്മയാണ്. ഉപ്പ ഈ കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉമ്മയാണ്. ഉമ്മ എന്തൊരു ബഹുമാനമാണ് മക്കൾക്ക് പഠിപ്പിച്ചത്. എന്തേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി, ഹുവ അക്ബറു മിന്നീ. ചിലർക്ക് ജേട്ടനൊന്നും വലിയൊരു പുരുഷത്തല്ല, ജേട്ടന്മാരൊന്നും ചിലർക്ക് വലിയ ബഹുമാനല്ല. ബാപ്പയില്ലെങ്കിൽ ബാപ്പാന്റെ സ്ഥാനത്ത് അഭിപ്രായം ചോദിക്കേണ്ട ആള് മൂത്ത ജേട്ടനാണ്, മറക്കരുത്. ബാപ്പയുടെ സഹോദരന്മാരും മൂത്ത ജേട്ടനും ഒരേ സ്ഥാനത്താണ്. അൽ അഖുൽ കബീറു ബിമൻസിലത്തിൽ അബി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൂത്ത ജേട്ടൻ ബാപ്പയുടെ സ്ഥാനത്താണ്. ബാപ്പ ഉണ്ടാകുമ്പോ നീ ബാപ്പ അവരോടും പറയണം. കാരണം അവരൊക്കെ പരിഗണിക്കേണ്ട തലങ്ങളാണ്, ബഹുമാനത്തിന്റെ തലങ്ങളാണ്, വിട്ടുപോകാൻ പാടില്ല. അവരോട് ചോദിച്ചിട്ടില്ലെങ്കിലും എന്റെ കാര്യം നടക്കുമല്ലോ എന്ന് നീ കരുതരുത്. അള്ളാഹു നിന്റെ ഹൃദയത്തിലുള്ള ബഹുമാനത്തിലേക്ക് നോക്കുന്നുണ്ട്. നിന്റെ ഗുരുവല്ലേ. എന്നാൽ അവര് മരിക്കും വരെ ഹയാത്ത് കാലത്ത് കാണിക്കേണ്ട ബഹുമാനം കുറയാൻ പറ്റൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നായക്ക് ബുലൂഗാകുന്നത് പഠിപ്പിച്ച അതേ ഒരു അമുസ്ലിം സഹോദരനെ കാണുമ്പോ എന്തൊരു ബഹുമാനം കാണിച്ചിട്ടുണ്ട്. ഏക്കറക്കണക്കിന് പഠിപ്പിക്കണ്ട, ഒന്ന് പഠിപ്പിച്ചാൽ മതി. ആ ഒന്നിൽ തന്നെ ശിഷ്യനായി മാറിയാൽ മതി. എന്നാലും ഗുരുസ്ഥാനത്തിന് വലിയ വന്ദനമുണ്ട്, ബഹുമാനമുണ്ട്. ആ ബഹുമാനം കൊടുക്കേണ്ടതുണ്ട്. ഈ രണ്ട് മക്കളും ഉമ്മയെ കണ്ട് പഠിക്കുകയാണ്. അത് മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഹസൻ ഇബ്നു സ്വാലിഹ്, അലി ഇബ്നു സ്വാലിഹ്, അനുജനായ അലി ഇബ്നു സ്വാലിഹ് എപ്പോഴും ജേട്ടന് ഖിദ്മത്ത് എടുക്കുന്ന ആളാണ്. അനുജൻ ജേട്ടന് ഖിദ്മത്ത് എടുക്കുന്നു, സേവനം ചെയ്യുന്നു. അവരെ കൂട്ടത്തിൽ അവരെ ഒരു ഉമ്മയും ഉണ്ട്. രാത്രിയായാലോ ഫകാനു യഖ്സിമൂന ലൈല തലാസ. രാത്രി അവര് മൂന്നായി ഭാഗിക്കും. അൽ ഹസനു യഖൂമു സുലുസൽ അവൽ. രാത്രിയുടെ ആദ്യത്തെ മൂന്നിലൊരു ഭാഗത്ത് ഹസൻ എന്ന് പറയുന്ന മൂത്ത കുട്ടി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിസ്കരിക്കും. പിന്നെ ആ കുട്ടി ഉറങ്ങും, സുബഹിക്ക് എണീക്കും. വഅലിയുൻ യഖൂമു സുലുസത്താനി. അലി ഇബ്നു സ്വാലിഹ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ മൂന്നിലൊരു ഭാഗത്ത് എഴുന്നേറ്റ് നിസ്കരിക്കും. വ ഉമ്മുഹും തഖൂമു സുലുസൽ ആഖിർ. അവസാനം സുബഹിന്റെ മുമ്പുള്ള ഒരു മൂന്നിലൊരു ഭാഗത്ത് ഉമ്മയും എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. ഉമ്മ കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ് മക്കൾക്ക്.
നിങ്ങൾ നോക്ക്, അള്ളാഹുവിലുള്ളവരെ ദിക്ർ എത്ര പരിശുദ്ധമായ ദിക്റാണ്. ഉമ്മ മരണപ്പെട്ടപ്പോ ആ രണ്ട് സഹോദരന്മാർ കൂടി രാത്രിയെ പകുതിയാക്കി ഭാഗിച്ചു. ഒന്നാമത്തെ പകുതിയിൽ ജേട്ടൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, രണ്ടാമത്തെ പകുതിയിൽ അനുജനും എണീറ്റ് നിസ്കരിക്കുന്നു. പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു എന്ന മൂത്ത ജേട്ടൻ മരണപ്പെട്ടപ്പോൾ ആ രാത്രി മുഴുവനും അലി ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു പങ്കിട്ടുപോയി. ഇവർക്കൊരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ അടിമ സ്ത്രീയെ അവര് വിറ്റു. ആ അടിമ സ്ത്രീയെ വാങ്ങിയ ആള് വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. ഇവരെ കണ്ടു പഠിച്ച അടിമ സ്ത്രീ ഇവർ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആ അടിമ സ്ത്രീയും എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ആ അടിമ സ്ത്രീയെ ഇവരാരും വിളിക്കാറില്ല. പക്ഷെ ഈ വീട്ടിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ദിക്ർ വളരെ കൂടുതൽ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നപ്പോ അടിമ സ്ത്രീയും അറിയാതെ ആ വഴിക്കെണീറ്റു. പിന്നെ അടിമ സ്ത്രീ ആവശ്യമില്ലാന്ന് കണ്ടപ്പോ അവര് വിറ്റപ്പോൾ ആ അടിമ സ്ത്രീയെ വാങ്ങിക്കൊണ്ടുപോയി ഒരാള്. വാങ്ങിക്കൊണ്ടുപോയ അന്നത്തെ രാത്രിയിൽ ആ അടിമ സ്ത്രീ അതാ സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റു. സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റപ്പോൾ താൻ ഇന്നലെ താമസിച്ച വീട് പോലെയല്ല ഈ വീട്. സുബഹിയായിട്ടും സുബഹിന്റെ മുമ്പായിട്ടും അവിടെ ഉറക്കം തന്നെ. അടിമ സ്ത്രീ വിളിച്ചു പറയാൻ തുടങ്ങി, യാ അഹ്ലദ്ദാർ അസ്സലാത്ത അസ്സലാ, നിസ്കാരം നിസ്കാരം എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. സുബഹി നിസ്കാരമല്ല, സുബഹിന്റെ മുമ്പുള്ള നിസ്കാരമാണ്, അഥവാ തഹജ്ജുദ് നിസ്കാരത്തിനാ അടിമ സ്ത്രീ വിളിക്കുന്നത്. അപ്പാ വീട്ടുകാര് ചോദിക്കുന്നു, അദ്ദനലിൽ ഫജ്ർ ഉദ്ദിനലിൽ ഫജ്ർ, സുബഹിക്ക് വാങ്ങി വിളിച്ചിട്ടുണ്ടോ? അപ്പൊ ഈ പെൺകുട്ടി അടിമപ്പെണ്ണ് ചോദിക്കുകയാണ്, ലാ തുസല്ലൂന ഇല്ലൽ ഫജ്റ, നിങ്ങൾ സുബഹി അല്ലാതെ വേറൊരു നിസ്കാരം നിസ്കരിക്കാറില്ലേ? വീട്ടുകാര് പറഞ്ഞു, അതെ, ഞങ്ങൾ സുബഹി മാത്രമേ നിസ്കരിക്കാറുള്ളൂ, വേറൊന്നും നിസ്കരിക്കാറില്ല. ആ പെൺകുട്ടി പറഞ്ഞു, ലാ തഖൂമൂനൽ ലൈൽ, ഞാൻ ഇന്നലെ താമസിച്ച വീട്ടിൽ ആ വീട്ടുകാര് തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരുന്നു, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറില്ലേ? ഖാലൂലാ, അവര് പറഞ്ഞു ഇല്ല. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം ഭാര്യമാരെ 9 വീടും സുബഹിന്റെ മുമ്പ് മുട്ടി വിളിച്ചിട്ടുണ്ട് തഹജ്ജുദ് നിസ്കാരത്തിന്. താമസിച്ച വീട് നമ്മുടെ സിറ്റൗട്ടിന്റെ അത്ര വലുപ്പമില്ല. മദീനയിൽ പോയി നോക്കൂ, ചുരുങ്ങിയ മുഴമുള്ള റൂമിലാ താമസിച്ചിരുന്നത്. ദുനിയാവിന്റെ സുഖം കണ്ട ആഖിറം മറക്കരുത്. അതെ, നമ്മൾ ഏറ്റവും സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ ഒരു വീടാണെങ്കിൽ അത് 1000-ഓ 900-ഓ 800-ഓ ആയിരിക്കും. അതിന്റെ പകുതിയുടെ പകുതിയില്ല ലോകത്തിന്റെ മാതാക്കൾ താമസിച്ച ഭവനങ്ങൾ വളരെ ചെറുതാണ്. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോ ചിലരൊക്കെ ചിന്തിച്ചേക്കും, അതവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലേ. ചിന്തിക്കരുത്, അങ്ങനെ ഒരു ചിന്ത, അത് മടയത്തരമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ ഒരു ദിവസത്തെ സ്വതക്ക കൊണ്ട് നമ്മൾ നിർമ്മിച്ചതിനേക്കാളും വലിയ കൊട്ടാരം നിർമ്മിക്കാനുണ്ടായിരുന്നു. എന്നും സ്വതക്ക കിട്ടിയ മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹാ. ആ വീട്ടിലേക്കാണ് തങ്ങളെ ഹയാത്ത് കാലത്ത് ഹദിയ വന്നിരുന്നത്. വഫാത്തിന്റെ ശേഷവും സ്വഹാബത്ത് അത് പതിവാക്കി. ഒരു ഹദീസിൽ കാണാം, ഒരു ദിവസം ഒരാൾ 2 സഞ്ചിയിൽ അവിടെ ദുർഹം കൊണ്ടുപോയി കൊടുത്തു. ആ ദുർഹം എണ്ണി നോക്കുമ്പോൾ 1,80,000 ദുർഹമുണ്ട്. രാവിലെ ഇരുന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് മിസ്കീന്മാർക്ക് കൊടുത്തുപോയി. ഒന്നുപോലും ബാക്കി വെച്ചില്ല. ഉമ്മമാരെ, എന്തു സുഖത്തിലാ കഴിയുന്നത്, എന്ത് സന്തോഷത്തിലാ കഴിയുന്നത്, അവരെ മറക്കരുത്. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന ചെറിയ വീട്ടിൽ 2-3 ആളുകളെ ഖബറടക്കിയിട്ടില്ലേ?
അപ്പോഴും സൗകര്യം കുറഞ്ഞിട്ട് മാറി താമസിച്ചോ? ഇല്ലേ, ഇല്ല. അവിടെ തന്നെയാണ് വഫാത്ത് വരെ കഴിഞ്ഞുകൂടിയത്. അങ്ങനെ കൂട്ടുമ്പോൾ അത് ഈ സ്റ്റേജിന്റെ പകുതി പോലും തികയില്ലല്ലോ. അത്രയും ചെറിയൊരു ഭാഗമല്ലേ. ആ ഇടുങ്ങിയ ഭാഗത്ത് താമസിക്കുമ്പോഴും രാവിലെ മുതൽ വൈകുന്നേരം വരെ വിജ്ഞാനദാഹികൾ വീട്ടുമുറ്റത്ത് സദാ വന്നുപോയി. സ്വതക്ക കൊടുക്കുന്നവര് വന്നുപോയി, ഹദിയ കൊടുക്കുന്നവര് വന്നുപോയി. അന്ന് ചെലവഴിച്ച 1,80,000 ദിർഹം കൊണ്ട് എത്ര ഏക്കർ കണക്കിന് ഭൂമി മദീനയിൽ വാങ്ങാം? ഒരു ദിവസത്താണ് പറഞ്ഞത്, ഒരു മാസത്തെ അല്ല. ഒരു മാസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വരുന്ന വരവൊക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ മദീന മൊത്തം വാങ്ങാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് കാശുണ്ടാകും. പക്ഷേ മനസ്സിലെ ദിക്ർ അങ്ങനെയല്ല, മനസ്സിന്റെ ചിന്ത അങ്ങനെയല്ല. വൈകുന്നേര സമയമായപ്പോൾ അടിമപ്പെണ്ണ് വന്ന് ചോദിച്ചു, 2 ദിർഹം ബാക്കിയുണ്ടാ? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്തിനാ? ഈ ഇറച്ചി വാങ്ങിക്കാനാ, നിങ്ങൾക്ക് നോമ്പല്ലേ, പത്തിരിന്റെ കൂടെ ഇറച്ചിയും കൂടി ഉണ്ടായ ഒരു സുഖല്ലേ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, മോളെ, കൊടുത്തതിനെ പറ്റി എന്റെ മനസ്സിൽ നീ മടുപ്പുണ്ടാക്കരുത്. നേരത്തെ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നിരുന്നല്ലോ. കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ഒന്നും ഇവിടെ ബാക്കി വരരുതേ. ഒന്നും കിട്ടാഞ്ഞിട്ട് അങ്ങനെ അവർ ജീവിച്ചവരാണെന്ന് കരുതരുത്. അത് മഹാമടയത്തരമാണ്, അറിവില്ലാത്ത ചിന്തയാണ്. കിട്ടിയിട്ടും കണ്ടില്ലേ ആ ഭവനങ്ങളിൽ എന്തൊരു സൗന്ദര്യമാണ്. സുബ്ഹാനല്ലാഹ്, 9 വീടും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കാരത്തിന് മുട്ടി വിളിച്ചു. അതേ, അപ്പുറത്തുണ്ട് കാണുന്നൊരു വീടുണ്ട്, ജന്നത്തുൽ ബഖീന്റെ ഓരത്തായി താമസിക്കുന്നൊരു വീട്, മകളും മരുമകനും താമസിക്കുന്ന വീടാണ്. അതും സുബ്ഹിന്റെ മുമ്പ് പോയി മുട്ടി വിളിച്ചു. അള്ളാഹുവിലേക്ക് അവരെ മനസ്സിനെ സെറ്റപ്പാക്കുകയാണ്. അവരെ ശരീരത്തെ റബ്ബിലേക്ക് തിരിക്കാൻ വേണ്ടിയുള്ള പ്രചോദനമാണ്. എന്താ നമ്മൾ ഈ കേൾക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ അവസ്ഥയെപ്പറ്റി. റബ്ബിലേക്ക് തിരിയുന്നൊരു മനസ്സുണ്ടോ? ഒരു വക്ത് നിസ്കാരം പോലും ഖലാകൂല കൂട്ടുകാരെ. റബ്ബിലേക്ക് തിരിയുന്നൊരു മനസ്സുണ്ടോ? ഒരു നിസ്കാരത്തിന്റെ ശേഷവും ദിക്ർ മുടങ്ങൂല, ദുആ മുടങ്ങുകയില്ല. റബ്ബിലേക്ക് സായുജ്യം കൊണ്ടൊരു മനസ്സുണ്ടോ? രാത്രി മുഴുവനും ദിക്റിൽ നിന്നാലും ഒരു മടുപ്പ് വരൂല. മൈമൂനത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ ഉമ്മമാർക്ക് പേര് പരിചയമില്ലേ? അതേ, മിസ്റിന്റെ മലനിരകളിൽ ഉറക്കം ഒഴിവാക്കി അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. ഉറക്കം ഒഴിക്കുന്നത് ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. എന്തിനാ ഉറക്കമൊഴിക്കുന്നത്? വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്ഥലം വാടകയ്ക്ക് വാങ്ങി, ആ വാടക സ്ഥലത്ത് നല്ല പിച്ചുണ്ടാക്കി, പാതിരാത്രിയിൽ വരെ ലൈറ്റ് ഫിറ്റ് ചെയ്ത് നല്ല AC കറങ്ങുന്ന രീതിയിലുള്ള ഫാനും കൊണ്ടുവന്ന് വെച്ച്, കുടിക്കാൻ ഇഷ്ടം പോലെ ഫ്ലാസ്കിൽ ചായ കൊണ്ടുവന്ന് വെച്ച്, ഉപകാരമില്ലാത്ത രീതിയിൽ രക്തത്തിളപ്പും ചോരത്തിളപ്പും മുഴുവനും അതേ രാത്രി പാതിര വരെ ഒരു പന്തിന്റെ പിന്നാലെ കറങ്ങുകയല്ല. അള്ളാഹുവിന്റെ ചിന്തയിൽ ലയിച്ചുകൊണ്ട് മഹദി അങ്ങനെ പാടി നടക്കുന്നു. മിസ്റുകാര് ആ പാട്ട് കേട്ടവരെത്രയുണ്ട്? അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു. ഞാൻ അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസിയല്ലേ, ഞാൻ എങ്ങനെ ഉറങ്ങാനാ? കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. യഥാർത്ഥത്തിൽ റബ്ബിനെ ഹുബ്ബ് വെക്കുന്ന മനുഷ്യൻ എങ്ങനെ ഉറങ്ങാൻ കഴിയാനാ? ഉറക്ക് നിഷിദ്ധമാണല്ലോ. നമ്മുടെ ശരീരത്തിന് വേണ്ട സായുജ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്,
ഞാൻ പറയുന്നത് നഫ്സിന് വേണ്ട, ആത്മാവിന് വേണ്ടത് എന്താ കൊടുക്കുന്നത്? ആത്മാവിന് വേണ്ടത് അള്ളാഹുവിന്റെ ദിക്റാണ്, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയാണ്, റബ്ബിനെ പറയലാണ്. അതിനു വേണ്ടി മനസ്സ് സെറ്റപ്പാക്കി വെക്കലാണ്, അതിന് അവയവങ്ങളെ തയ്യാറാക്കല, അതിന് സമയം വിനിയോഗിക്കല, അതിനു വേണ്ടി കാരണങ്ങളെ ഒപ്പിക്കലാണ്. അങ്ങനെ മനസ്സിലിരിക്കുമ്പോ പിന്നെ ആ മനസ്സിനെന്ത് പേടിക്കാനാ? ആ മനസ്സിനെന്ത് ദുഃഖിക്കാനാണ്? അങ്ങനെ ചിന്തിക്കുന്നവർക്കൊരു ഇബാദത്ത് നഷ്ടമാകുന്നത് മഹാദുഃഖമാണ്. അതുകൊണ്ടാണ് ഈ അടിമ സ്ത്രീ നേരം പുലർന്നപ്പോൾ ഒറ്റ ദിവസമേ ആ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു വിൽപ്പന നടത്തിയ അടിമപ്പെണ്ണ് രാത്രി പോയി നോക്കുമ്പോ ആ വീട്ടുകാർ കൂർക്കം വലിച്ചുറങ്ങാണ് സുബഹി വരെ. അതിനു മുമ്പ് എഴുന്നേൽക്കുന്നില്ല. നമ്മൾ നല്ല പ്രദേശത്താ താമസിക്കുന്നത്, തണുപ്പൊക്കെ സുന്ദരമായി അല്ലാഹു തആല തരാണ്. നമ്മൾ ആരെയും സമ്മതിച്ചുകൊണ്ട് തരുന്നല്ല. അങ്ങനെ കരുതുന്നുണ്ടോ? ഞാനൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് അല്ല എന്നെ പരിഗണിച്ചിട്ട് അതൊക്കെ തരുന്നത്? അങ്ങനെ ഒന്നും കരുതണ്ട. അതൊക്കെ താഴ്ന്ന ചിന്തയാ. പരിഗണിക്കാൻ മാത്രം നമ്മൾ എവിടെ എത്തി? ഉറുമ്പിന്റെ പരിഗണന ഒരു പക്ഷേ നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്നത് നമ്മളെ പരിശോധിക്കാനാണ്. തബാറക സൂറത്ത് ഓതുന്നവരല്ലേ നമ്മൾ? ആ തബാറക സൂറത്തിൽ തുടക്കത്തിൽ നമ്മൾ എപ്പോഴും ഓതാറുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ജീവിതം അല്ലാഹു സംവിധാനിച്ചു തന്നത് സുഖിക്കാനല്ല, ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് ഏറ്റവും ഇഖ്ലാസോടെ വർക്ക് ചെയ്യുന്നത്? ആരാണ് കഠിനാധ്വാനം ചെയ്യുന്നത്? ആരാ നല്ല പ്രവർത്തനങ്ങളുമായി സല്ലപിക്കുന്നത്? ആരാണ് പരീക്ഷണ ഗോതയിൽ ജയിക്കുന്നത്? ഇതൊന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. സുഖങ്ങൾ കിട്ടിയാലും മഹാന്മാര് അള്ളാഹുവിന്റെ ദിക്ർ മറക്കുമോ? മറക്കില്ല. ആസ്തി തോനെ കിട്ടിയാലും മറക്കുമോ? മറക്കില്ല. സൗകര്യങ്ങൾ ഏറെ കിട്ടിയാലും മറക്കുമോ? മറക്കില്ല. മനസ്സ് റബ്ബിലേക്ക് തിരിഞ്ഞുപോയി, പിന്നെങ്ങനെ മറക്കാനാണ്? ഈ പെൺകുട്ടി കണ്ടില്ലേ, സുബഹി വരെ ഉറങ്ങാൻ പറ്റിയ വീട്ടിലാ പോയത്. അടിമ സ്ത്രീക്ക് സ്വസ്ഥത വരുന്നില്ല. നേരം വെളുത്തപ്പോൾ ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, റുദ്ദനി ഇലൈക്ക്, എന്നെ ഒന്ന് മടക്കിയെടുക്കണേ, എന്നെ നിങ്ങൾ വിറ്റത് ശരിയായില്ല. ഫഇന്നക ബിതനി ലിഖൗമിൻ സൂഇൻ ലാ യഖൂമൂനൽ ലൈൽ. എന്നെ നിങ്ങൾ വിറ്റത് ദുഷിച്ച കുടുംബത്തിനാണ്. അവര് തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാത്തവരാണ്. സുബീന്റെ കഥ പിന്നെ പറയണോ? തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാത്ത വീട്ടുകാർക്കല്ലേ നിങ്ങൾ എന്നെ വിറ്റത്. അതുകൊണ്ട് ആ സംഖ്യ തിരിച്ചു കൊടുത്തിട്ട് എന്നെ മടക്കി വാങ്ങണേ. മഹാനവർകൾ പറഞ്ഞു, അതേ, നിങ്ങളെ വാങ്ങിക്കൊള്ളാം. എങ്ങനെ ഈ ഒരു അവസ്ഥ വന്നത്? ആ വീട്ടുകാരായി താമസിച്ച 3 ആളുകൾ, ഒരു ഉമ്മയും 2 മക്കളും അള്ളാഹുവിന്റെ ദിക്റിലായി രാത്രിയെ പകുത്തെടുത്തപ്പോൾ, പകല് സമയവും സജീവമാക്കിയപ്പോൾ, വേലക്കാരിയായി വന്ന അടിമ സ്ത്രീയുടെ ഹൃത്തടത്തിൽ പോലും അത് വിഷയം പിടിച്ചു. അത് സന്തോഷമായി ഉൾക്കൊണ്ടു. മഹാനവറുകൾ തിരിച്ചു വാങ്ങി. കാരണം ആ പെണ്ണിന്റെ ഇബാദത്ത് മുടക്കണ്ടല്ലോ. ഞാനിതെന്തിനാ പറഞ്ഞത് എന്നറിയോ? അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി ചിന്തിക്കുന്നൊരവസ്ഥ വന്നാൽ അവിടെ താമസിക്കാൻ മഹാന്മാർക്കൊക്കില്ല, അവിടെ നിൽക്കാൻ അവർക്ക് മനസ്സ് വരില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പോകണം. കാരണം അവരുടെ മുത്തുമൈനായ നഫ്സിനത് ഉൾക്കൊള്ളാൻ കഴിയൂല. അള്ളാഹുവിലേക്ക് സായുജ്യം ഉൾക്കൊള്ളുന്ന മനസ്സാണോ? ആ മനസ്സ് റബ്ബിലേക്ക് പൊരുത്തമുള്ള കാര്യങ്ങളല്ലേ ചെയ്യുക. അങ്ങനെ നല്ല മനസ്സ്, നല്ല ശരീരത്തിന്റെ ഉടമകളാക്കി നമ്മളെ മലക്കുകൾ വിളിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. ആ രംഗത്തിലേക്ക് നമ്മൾ അങ്ങനെ മാറേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളെ ശരീരത്തെ അങ്ങനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്.
റബ്ബിന്റെ അടിമകളിൽ പോയി ചേരാൻ അള്ളാഹു നമ്മളോട് പറയുമ്പോ അള്ളാഹുവിന്റെ അടിമകൾക്ക് പറഞ്ഞ വിശേഷണങ്ങൾ നമുക്ക് വേണ്ടേ? പ്രധാനമായും ഖുർആനിൽ നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ അടിമകൾക്ക് പറഞ്ഞ വിശേഷണങ്ങൾ കാണാം, ധാരാളമുണ്ട്. അതിലൊന്ന് ഞാൻ പറയട്ടെ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇബ്ലീസിനോട് അള്ളാഹു പറഞ്ഞു, ഇബ്ലീസേ, എന്റെ അടിമകളെ സ്വാധീനിക്കാൻ നിനക്ക് കഴിയൂല, അവരെ കീഴ്പ്പെടുത്താനും അവരെ വഴിതെറ്റിക്കാനും നിനക്ക് സാധിക്കൂല. നീ എത്ര ക്ഷമിച്ചാലും എത്ര തുനിഞ്ഞാലും നിന്നെ കൊണ്ടതിന് കഴിയില്ല. നമ്മൾ ഈ റബീഉൽ ആഖിർ മാസത്തിൽ ഏറെ ഓർക്കുന്ന മഹാനല്ലേ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏറ്റവും വലിയ തട്ടിപ്പുമായിട്ടല്ലേ ശൈത്താൻ അവരുടെ ഹളറത്തിൽ വന്നത്. അതേ സുഹൃദിലായി നടക്കുന്ന കാലം, ജനങ്ങളോട് ദീനീ ദഅവത്ത് നടത്തി ത്യാഗത്തിന്റെ പറുദീസയിൽ ജീവിക്കുന്ന കാലം, നടക്കുമ്പോൾ വല്ലാത്ത ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്. ഒന്നിരുന്ന് വിശ്രമിക്കാമെന്ന് കരുതി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു. ഇരുന്ന ഇരുത്തത്തിൽ അങ്ങ് ഉറങ്ങി. ഉറക്കത്തിന്റെ ഇടയിൽ അതാ വന്ന് വിളിക്കുന്നു. മഹാനവർകൾ കണ്ണു തുറന്നു നോക്കി. യാ അബ്ദുൽ ഖാദിർ എന്നൊരു വിളിയാൻ. കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ഒരു തളിക ഏതാ തായോട്ടിറങ്ങി വരുന്നു. മഹാനവർകൾ നോക്കി ആ തളികയിലേക്ക്. അതിൽ സ്വർണ്ണ പാത്രങ്ങളിൽ നിറയെ വിഭവങ്ങളുണ്ട്, വെള്ളിക്കോപ്പകളിൽ നിറഞ്ഞ വെള്ളങ്ങളുണ്ട്, പാനീയങ്ങളുണ്ട്. അങ്ങനെ അത് തായോട്ടിങ്ങനെ ഇറങ്ങി വരുമ്പോ ആ വെളിച്ചത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം, അബ്ദുൽ ഖാദിറേ, നിങ്ങൾക്ക് നേരത്തെ ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു. അത് കേട്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കാലൊന്ന് പൊക്കിയിട്ടൊരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സഇയാ ലഈൻ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ. ഒരൊറ്റ തട്ട് കൊടുത്ത് അവനെ തെറിപ്പിച്ചപ്പോൾ ആ വെളിച്ചം ഒന്നാകെ ഒരു കറുത്ത പുകയായി മാറി. പിന്നെ സംസാരിച്ചു കൊണ്ട് പറയുന്നു, നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഇനി എന്റെ കയ്യിൽ പഴുതില്ല. നിങ്ങളെപ്പോലെ പർണശാലയിൽ ഇരിക്കുന്ന 69 ആളുകളെ ഇതേ ആയുധം ഉപയോഗിച്ച് തെറ്റിച്ചിട്ടാ ഞാൻ വരുന്നത്. ചില ആളുകളൊക്കെ പിന്നാലെ കുറച്ചാള് വരുമ്പോഴേക്ക് പിന്നെ ഓൾക്ക് നിസ്കാരം വേണ്ട, ഓൾക്ക് നോമ്പ് വേണ്ട, ഓൾക്ക് നിയമങ്ങളൊക്കെ മാറി, ഓൾക്ക് വിഷയങ്ങളൊക്കെ മാറി. അവർക്ക് പല ഹലാലും ഹറാമായി, ഹറാമ് പലതും ഹലാലായി. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഉടനെ തന്നെ മഹാനവർകൾ തട്ടിത്തെറിപ്പിച്ചു. ശൈത്താൻ പറയുന്നു, നിങ്ങളെ പറ്റിക്കാൻ ഇനി എന്റെ കയ്യിൽ പഴുതുകളില്ല. ഈ സംഭവം പറഞ്ഞപ്പോ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദേ, എങ്ങനെയാണ് ആ വന്നതും ആ പറഞ്ഞതൊക്കെ ശൈത്താനാണ്, ഇബ്ലീസാണ് ബോധ്യപ്പെട്ടത് എങ്ങനെ? അപ്പൊ മഹാനവർകൾ പറഞ്ഞു, എത്ര വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ്, എത്ര വലിയ അനുയായി വൃന്ദങ്ങളുള്ള ആളാണ് ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ദീനീ പ്രബോധനത്തിന് അല്ലാഹു തആല കൊടുത്ത വലിയ ഒരു സന്തോഷമല്ലേ മഹാനവർകൾക്ക്. ആഴ്ചയിൽ 3 വാള് പറയും. ആ 3 വാളിൽ ഓരോ വാള് തീരുമ്പോഴും 10,000 ആളുകൾ വന്ന് കലിമ ചൊല്ലും, വേറെ 10,000 ആളുകൾ വന്ന് തൗബ ചെയ്യും. ഒരു വാള് കഴിയുമ്പോൾ 2 or 3 മയ്യിത്ത് അവിടെ കിടക്കുന്നത് കാണാം. 50,000 60,000 ആളുകൾ പങ്കെടുക്കുന്ന സദസ്സാണ്. ഇന്നത്തെ പോലെ മൈക്കും ഉപകരണങ്ങളും വെച്ചിട്ടുള്ള വാളല്ല. പിന്നെയോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പകർന്നു കൊടുത്ത ഉമിനീരിന്റെ ബറക്കത്ത് കൊണ്ട് എത്ര വലിയ ആൾക്കൂട്ടത്തോടും സംസാരിക്കാനുള്ള ശബ്ദസാഗരം മഹാനവറുകൾക്ക് അല്ലാഹു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വലിയ കഴിവാണ് പകർന്നു കൊടുത്തത്. ബേദം വിളങ്ങി ഫറവാൻ മടിച്ചാരേ, ബേദാംബറവറുവായിൽ തുപ്പിക്കൊടുത്തോവർ. മുഴുവൻ വിഷയങ്ങളും സമഗ്രമായി പഠിച്ച ശേഷം
അത് ജനങ്ങളോട് തുറന്നു പറയാൻ വല്ലാത്തൊരു ഖൗഫ് വന്നപ്പോ ആദരവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർവിൽ വന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ അടുത്തേക്ക് വിളിച്ച് അവിടുത്തെ നാവിലേക്ക് തഫല ഫീഹി സബ്അ മർറാത്ത് 7 പ്രാവശ്യം ഉമിനീര് പകർന്നു നൽകി. അതിന്റെ വലിയൊരു മഹാബറക്കത്ത് കൊണ്ട് മഹാനവർകൾ അതാ പ്രബോധന മേഖലയിൽ തുനിഞ്ഞു. ആഴ്ചയിൽ ചുരുങ്ങിയത് കൂട്ടിയാൽ പുതുതായി കിട്ടുന്ന മെമ്പർമാര് 30,000 പഴയവരോ മനസ്സും ശരീരവും നന്നാക്കി തൗബ ചെയ്ത് വരുന്നു. ആ ഷെയ്ഖ് ജീലാനി തങ്ങൾക്കപ്പം എത്ര അനുയായികൾ ഉണ്ടാകും, മഹാനവർകൾക്ക് എത്ര ശിഷ്യഗണങ്ങൾ ഉണ്ടാകും. ആ മഹാനുഭാവൻ നിങ്ങൾ നോക്ക്, നമ്മളൊരു 100 കൊല്ലം ദർശനം നടത്തിയാൽ തന്നെ 10,000 ശിഷ്യന്മാരെ കിട്ടാൻ പരമാണ്. ഇത് ഒരാഴ്ചത്തെ വാളില്ല, ഒരൊറ്റ ദിവസത്തെ വാളിൽ തന്നെ 10,000 ആളുകൾ കലിമ ചൊല്ലുന്നു. 10,000 ആളുകൾ വന്നിട്ടതാ തൗബ ചെയ്യുന്നു, നിർദ്ദേശം സ്വീകരിക്കുന്നു. ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഉസ്താദേ ഇത് പിശാചിന്റെ ഭാഗത്തു നിന്നാണ് എങ്ങനെ മനസ്സിലായത്? മഹാനവർകൾ പറഞ്ഞു, എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഞാൻ പാട്ടപ്പിരിവ് വരുന്നുണ്ട്, നല്ല സംഭാവന എല്ലാവരും കൊടുക്കണം, നമ്മുടെ പരിപാടിക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്യണം. സഹോദരിമാരുടെ ഭാഗത്തേക്കാണ് ബക്കറ്റ് പിരിവ് വരുന്നത്, ബാക്കിയുള്ളവരൊക്കെ അവസാനം തരണം. അള്ളാഹു തആല കബൂലാക്കി തരട്ടെ. നേരത്തെ സെയ്തവറുകളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനത്തിനൊക്കെ വലിയ സഹായങ്ങൾ നമ്മളെല്ലാവരും ചെയ്യണമല്ലോ. അള്ളാഹു തആല കബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, എൻ്റെ അടുത്തേക്ക് അവർ വന്നിട്ട് നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഹറാമാക്കിയത് ഹലാലാക്കി തന്നു എന്ന് പറയുമ്പോ ഹലാലും ഹറാമിന്റെയും മാറ്റം വരേണ്ടത് എനിക്കല്ല. വലിയ കറാമത്തിന്റെ ഉടമയാണെങ്കിലും ഹലാലും ഹറാമും ചേഞ്ച് വരേണ്ടത് എനിക്കല്ല. കാരണം നിയമത്തിൽ ഭേദഗതി വരേണ്ടത് ആർക്കാണ്? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലേ അങ്ങനെ വരേണ്ടത്. ഞാൻ ഉടനെ ഓർത്തത് എൻ്റെ പുന്നാര നബിയെയാണ്. നബി തങ്ങൾക്ക് ഇത് ഹലാലല്ലോ. ലികുല്ലി വലിൽ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബിവാശി, ഞാൻ എൻ്റെ സീബാവ കാൽവശി എന്നോവർ. ഹബീബായ തങ്ങൾക്ക് ഇത് ഹലാലായിട്ടില്ലല്ലോ, എനിക്കങ്ങനെ ഹലാലാകാനാണ്. കൊടുത്തു തട്ട്, ശൈത്താൻ പാറിപ്പോയി, തോറ്റുപോയി. അള്ളാഹു പറയുന്നു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിമകളെ കീഴ്പ്പെടുത്താൻ, സ്വാധീനിക്കാൻ നിനക്ക് കഴിയൂല. അതിന്റെ തഫ്സീർ നോക്ക്, നിങ്ങൾ എല്ലാ തഫ്സീറിലും കാണാം. അള്ളാഹുവിന്റെ അടിമകൾ എന്ന് അള്ളാഹു ചേർത്തി പറഞ്ഞവരാരാ? വഹുമുൽ മുഖ്ലിസൂൻ. ഇഖ്ലാസോടെ കർമ്മങ്ങൾ ചെയ്തവരാണ്, ആത്മാർത്ഥതയോടെ കർമ്മങ്ങൾ ചെയ്തവരാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല ഇഖ്ലാസോടെ ചെയ്യണം. ഇഖ്ലാസോടെ ചെയ്യുന്ന ഒരു അമലും വെറുതെ ആകൂല. അങ്ങനത്തെ അമലിനാണ് അല്ലാഹു തആല ഏറ്റവും വലിയ മാർക്കിടുന്നത്. അത് ജനങ്ങളൊക്കെ കാണുമ്പോൾ വളരെ നിസ്സാരമായാലും ശരി, അല്ലാഹു തആല അതിനാണ് കൂടുതൽ മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു എത്ര വലിയ അമലിന്റെ ഉടമയാണ്. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ വഫാത്തിന് ശേഷം ശിഷ്യന്മാർ സ്വപ്നത്തിൽ കണ്ടു. ചോദിച്ചു, എങ്ങനെയുണ്ട് ഉസ്താദെ അവസ്ഥ? ശിബിലി ഇമാം തങ്ങൾ പറഞ്ഞു, ഔഖഫനി റബ്ബി ബൈന യദൈഹിൽ കരീമതൈൻ. അല്ലാഹു അവന്റെ പരിശുദ്ധമായ സന്നിധിയിൽ എന്നെ നിർത്തി. എന്നോട് ചോദിച്ചു, അതദിരി ബിമാദാ ഗഫർതു ലക. ശിബിലിയെ അറിയുമോ നിങ്ങൾക്ക്? എന്താ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ കാരണം? നിങ്ങൾക്ക് വലിയ മഗ്ഫിറത്തിന്റെ പദവി തരാനുള്ള കാരണം എന്താണെന്നറിയോ? ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു എണ്ണിക്കൊടുക്കുന്നു, റബ്ബേ ഞാൻ എൻ്റെ നിസ്കാരന്റെ ജീവിതത്തിൽ ഒറ്റ ഫർള് നിസ്കാരവും ഒഴിവാക്കിയിട്ടില്ല. പറയുമ്പോ അള്ളാഹു പറയുന്നു, അല്ല, നിസ്കാരം ചെറിയ അമലാണോ? വലിയ അമലല്ലേ.
ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അല്ലാഹു പറയുന്നു അല്ല. ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് അല്ലാഹു പറയുന്നു അല്ല. ഇതൊന്നും വേണ്ട എന്നല്ല ഇതിന്റെ അർത്ഥം. ശിബിലി ഇമാം തങ്ങൾ പറയുന്നു, റബ്ബേ, ഞാൻ നടത്തിയ യാത്രകളിൽ അധിക യാത്രയും തൊലബുൽ ഇൽമിലാണ്, ഇൽമിന്റെ അന്വേഷണത്തിലാണ്. ഞാനൊരു പക്ഷേ 2-3 ദിവസം തേടിപ്പിടിച്ച് വളരെ സാഹസികമായി യാത്ര ചെയ്തിട്ടുണ്ട് ഒരു ആലിമിനെ കാണാൻ. ആലിമിന്റെ വക്കിൽ നിന്ന് ഒരു ഹദീസ് കിട്ടാനാ ഞാനാ പോകുന്നത്. എനിക്ക് ഭക്ഷണം മുടങ്ങിയിട്ടുണ്ട്, ഉറക്കം മുടങ്ങിയിട്ടുണ്ട്, എന്നാലും ഞാൻ പ്രശ്നമാക്കിയിട്ടില്ല. ജീവിതത്തിൽ ഞാൻ ഇരുത്തം വെച്ചിരുന്നത് മുഴുവനും സ്വാലിഹീങ്ങളെ കൂടെയാണ്. ഇതൊക്കെ പറഞ്ഞിട്ടു അല്ലാഹു പറയുന്നു അല്ലേ അല്ല. ശിബിലി ഇമാം തങ്ങൾ പഠിച്ചോനെ എനിക്ക് പ്രതീക്ഷയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുന്നൊക്കെ ഞാൻ പറഞ്ഞു, വേറൊന്നും എനിക്ക് ഓർമ്മല്ല. അല്ലാഹു തആല ചോദിക്കുന്നു, ശിബിലിയ തദ്കുറു ഹീന തംശീ അലാ ദറബി ബഗ്ദാദ്. ഓർക്കുന്നുണ്ടോ ശിബിലി ബഗ്ദാദിന്റെ ഊടുവഴികളിലൂടെ ഒരു ദിവസം നടന്നുപോയത്? ഫവജത്ത ഹിറത്തൻ സ്വഗീറ, ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടത് ഓർക്കുന്നുണ്ടോ? ഖദ് അൽഅഫഹൽ ബർദു, അത് തണുത്തിങ്ങനെ വിറക്കുന്നുണ്ട്, തണുപ്പതിനെ ദുർബലമാക്കിയിട്ടുണ്ട്. വഹിയ തൻസവി ഇലാ ജിദാർ, ഒരു ചുമരിലേക്ക് അതങ്ങനെ വലിഞ്ഞുകൂടുകയാണ് ഒരു മറ കിട്ടാൻ വേണ്ടി. നിങ്ങളത് കണ്ടപ്പോൾ അവിടെ ഇഖ്ലാസോടെ നിങ്ങളൊരു അമല് ചെയ്തു. നിങ്ങളെ തുണിയിൽ നിന്നൊരു കഷ്ണം നിങ്ങൾ കീറിയിട്ട് അതിനെ പുതപ്പിച്ചല്ലോ. ബിറഹ്മതിക ലിതിൽകൽ ഹിറത്തി റഹിംതുക, അന്നാ പൂച്ചയോട് നിങ്ങൾ കാണിച്ച ദയാവായ്പ കൊണ്ട് ഞാൻ നിങ്ങളെ പരിഗണിച്ചു. നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും ഞാൻ വിട്ടു തന്നു. വലിയ റഹ്മത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ നോക്ക്, ശിബിലി ഇമാം തങ്ങൾ എത്ര എണ്ണി. അല്ലാഹു തആല മാർക്കിട്ടത് എവിടെ? ഇഖ്ലാസോടെ. ആരും അവിടെ കാണുന്നില്ല. ശിബിലി ഇമാം തങ്ങൾ പോകുമ്പോൾ അതൊരു പൂച്ചല്ലേ എന്നല്ല, അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖല്ല, ഒരു സൃഷ്ടിയല്ലേ. എന്നെപ്പോലെ ഒരു തണുപ്പ് അതിനുമില്ലേ? അതിനാരോടെങ്കിലും ഒന്ന് പുതപ്പ് ചോദിക്കാനുള്ള കഴിവില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാണിച്ചു തരാനല്ലേ അതിന് കഴിയുള്ളൂ. എനിക്ക് അല്ലാഹു തആല തന്ന ഈ ഡ്രസ്സിൽ നിന്നൊരു ഭാഗം അതിന്റെ പുതപ്പായിക്കോട്ടെ, കീറിയിട്ടതാ അതിനെ പുതപ്പിച്ചു. അള്ളാഹു അവിടെ മാർക്കിട്ടു. ബാക്കിയെല്ലാം അതിന്റെ പിറകിലായി അള്ളാഹു കബൂലാക്കി. അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾ എന്നതുകൊണ്ട് അള്ളാഹു ലക്ഷ്യം വെച്ചത് ആ അടിമകൾ ഈ ഭൗതിക ലോകത്ത് വേറെ തിരിച്ചറിയും അവരെ. അതാണ് ഇമാം യാഫി തങ്ങൾ പറഞ്ഞത്, വഅബ്ദുൽ ഹവാ യംതാസു മിൻ അബ്ദി റബ്ബിഹി ലദാ ശഹവത്തിൻ നൗഇൻദ സ്വദ്മി ബലിയതി. സ്വേച്ഛതയ്ക്ക് വഴിപ്പെടുന്ന മനുഷ്യനും അള്ളാഹുവിന്റെ ദാസനും തമ്മിൽ വേർപിരിയുന്നത് 2 ഘട്ടത്തിലാ. ലദാ ശഹവത്തിനൊന്ന് വികാരത്തിന്റെ സന്ദർഭത്തിലാണ്. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഏത് വികാരം ത്രസിച്ച് വരികയാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് വിനിയോഗിക്കാൻ നമുക്ക് മനസ്സ് വേണം. എല്ലാ ചാൻസും ഈ ദുനിയാവിൽ കിട്ടാനുണ്ട്. ആരെയും നമുക്ക് കിട്ടാനുണ്ട്. എങ്ങനെ സുഖിക്കാനും സൗകര്യങ്ങളുണ്ട്. ആരും അറിയാതെ ഒരു പക്ഷേ മറച്ചു വച്ചേക്കാം. എന്നാൽ ഒന്ന് ഓർത്തുകൊണ്ട് മാത്രം അവിടെ പിന്തിരിയണം. അബ്ദുൽ ഹവയാണോ? അവൻ ഇച്ഛക്ക് അടിമപ്പെട്ടു പോയി. അവന്റെ വികാരം വഴിവിട്ട രീതിയിലാക്കിപ്പോയി. കാണാൻ പാടില്ലാത്തത് കണ്ടുപോയി, കേൾക്കാൻ പറ്റാത്തത് കേട്ടുപോയി. അതൊരു സുഖമായി മാറിയോ? അവൻ തീർത്തും സ്വേച്ഛതക്ക് അടിമപ്പെട്ടവനായി. അതേ സമയത്ത് അബ്ദുൽ ഇലാഹാണോ? അള്ളാഹുവിനെ അനുസരിക്കുന്ന അടിമയാണോ? അവൻ അതിൽ നിന്ന് കുതറി മാറിപ്പോയി. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് മുന്നോട്ട് നീങ്ങി. അതെ, അവന്റെ ആഗ്രഹം മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ അവൻ ചെലവഴിച്ചു. അവന്റെ താല്പര്യം നന്നായി പൊങ്ങി വന്നിരുന്നു. എല്ലാ സൗകര്യങ്ങളും കിട്ടിയിരുന്നു. പക്ഷെ അവനെ പിന്തിരിപ്പിച്ചത് ഒരേ ഒരു വിഷയമാണ്. ഞാൻ എന്റെ സ്വേച്ഛതയുടെ അടിമയല്ലല്ലോ, ഞാൻ അള്ളാഹുവിന്റെ അടിമയല്ലേ. അത് പേരിൽ പോരല്ലോ, എന്റെ അഡ്രസ്സിൽ പോരല്ലോ,
ജനങ്ങളോടൊക്കെ പറയുന്നൊരു വാക്കിൽ പോരല്ലോ, ആത്മാർത്ഥമായി എനിക്ക് വേണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിലേക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്കുള്ള ഖൗഫിൽ അവൻ പിന്മാറി. എത്ര വികാര വിചാരങ്ങൾ വരും സഹോദരങ്ങളെ. ആ വികാര വിചാരങ്ങൾ അള്ളാഹുവിന്റെ വഴിയിലേക്ക് പോകണം. കാണാൻ പറ്റാത്തത് കാണുന്നിടത്ത് കണ്ണ് ചിമ്മാനുള്ള കഴിവ് വേണം. കാണാൻ പറ്റാത്തത് കാണാനുള്ള വലിയ സൗകര്യമാ വന്നത്. മാറിപ്പോകാനുള്ള വലിയ ഈമാൻ വേണം, വലിയ തഖ്വ വേണം. വീണ്ടും വീണ്ടും മുന്നിൽ വന്നാലോ അപ്പോഴും റബ്ബിനെ ഓർത്ത് പിന്മാറേണ്ടതുണ്ട്. മഹത്തുക്കൾ എത്ര മാറിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർത്തിട്ട് ബോധം കെട്ടു പോയില്ലേ പല മഹാന്മാരും. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ ആ നാട്ടിലെ ഒരു പെൺകുട്ടി പ്രേമിച്ചു. വല്ലാത്ത പ്രേമം. പക്ഷെ ആ പ്രേമം വൺ വേ ആയിരുന്നു, ടു വേ ആയിരുന്നില്ല, വൺ വേ. പെൺകുട്ടിക്ക് അങ്ങോട്ട് വല്ലാത്ത ഒരു പ്രേമം, ഒരു പ്രിയം. ആ ചെറുപ്പക്കാരൻ അങ്ങനത്തെ വിഷയമൊന്നുമില്ല. അയാൾ അങ്ങനെ കഥയാക്കുന്നില്ല, അങ്ങനെ വിഷയാക്കുന്നില്ല. അങ്ങനെ അങ്ങനെ പ്രേമിക്കുന്നുണ്ട് എന്ന് അയാൾ അഡ്രസ് ഇല്ലതാനും. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലേ ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലേ? അബ്ദുൽ ഹബയിൽ തന്നെയാ നമ്മൾ. അങ്ങനെയൊക്കെ കണ്ടെങ്കിലേ കാര്യം നടക്കൂന്നാണോ കരുതുന്നത്? നമ്മൾ സ്വേച്ഛതയുടെ അടിമകൾ തന്നെയാണ്. അബ്ദുൽ റബ്ബിലേക്ക്, അബ്ദുൽ ഇലാഹിലേക്ക് എത്തിയിട്ടില്ല. എത്തണമെങ്കിൽ ഉയരേണ്ടതുണ്ട്. കണ്ണ് ചിമ്മാനുള്ള ഒരു കഴിവ്, അതൊരു ചെറിയ കഴിവല്ല. നിങ്ങൾ നോക്ക്, ഒരു പെണ്ണ് ശരീരത്തിന്റെ വസ്ത്രങ്ങൾ മുഴുവനും അഴിച്ചിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ സഹോദരിമാരെ ഒരാൺ അഴിച്ചിട്ട് വരികയാണ്. നോക്കാതെ കണ്ണ് ചിമ്മാനുള്ള കഴിവ് വലിയൊരു കഴിവാണ്. അയാൾ അവിടുന്ന് പോകുന്നില്ലേ, നമ്മൾ കണ്ണ് തുറന്നിട്ടേ പോകുന്നുള്ളൂ. എന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള പഴുതന്വേഷിക്കണം. അയാളെ ശരീരം കാണാതെ മറയാനുള്ള കഴിവ് ആർജിക്കണം. അങ്ങനെ ഒരാൾ സ്വബ്ർ ചെയ്ത് കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന സ്ഥാനം അന്നഫ്സുൽ മുത്മഇന്നയാണ്. കാരണം അവന്റെ മനസ്സിൽ ഇപ്പൊ ഏതിനെ നോക്കാൻ ഒരു പ്രശ്നവുമില്ല. ആരും ഇവിടെ കാണാൻ കൂട്ടുകാരോ പരിസരക്കാരോ ഇല്ല. എന്തേ നോക്കാതിരുന്നത്? അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞത് കൊണ്ടാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൻ അല്ലാഹുവിനെ വല്ലാതെ ഖൗഫോടെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാണ്. അങ്ങനെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ മുന്നിലൂടെ ചെറുപ്പക്കാരൻ പോകുമ്പോ ആ പെൺകുട്ടി അടുത്തേക്ക് വിളിച്ചു, ഒന്ന് വാന്ന് വിളിച്ചു. എന്താണെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് കയറി. അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, നീ എന്റെ ഇംഗിതത്തിന് വഴങ്ങണം, എന്റെ താല്പര്യം നീ നിർവഹിച്ചു തരണം. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരൻ ബോധം കെട്ട് വീണുപോയി. ആ പെണ്ണിന്റെ ഭംഗിയിൽ ഹഠാത് ആകർഷിച്ച് വീണുപോയതല്ല, അള്ളാഹുവിന്റെ ചിന്ത തലക്ക് പിടിച്ചുപോയി. റബ്ബിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്നൊരു ബോധമില്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ മുന്നിൽ എനിക്കൊരു നൃത്തമുണ്ടല്ലോ, നമുക്കെല്ലാവർക്കും നൃത്തമുണ്ടല്ലോ. നമ്മൾ ആരും അതിൽ നിന്ന് ബൈ ചാൻസിൽ രക്ഷപ്പെടൂലല്ലോ. ഞാനും അവിടെ നിൽക്കേണ്ടതുണ്ട്, നിങ്ങളും നിൽക്കേണ്ടതുണ്ട്, ശബ്ദം ശ്രവിക്കുന്ന സർവരും നിൽക്കേണ്ടതുണ്ട്. ആ നൃത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനൊക്കൂലല്ലോ. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങളൊക്കെ നിൽക്കുന്നൊരു ദിവസമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? വല്ലാത്തൊരു ദിവസമാണ്. അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. ആ ചെറുപ്പക്കാരൻ അങ്ങനെ ബോധം കെട്ട് വീണു. അപ്പൊ ഈ പെൺകുട്ടി വിചാരിച്ചു, പടച്ചോനെ, ഇതെങ്ങാനും മരിച്ചിട്ടുണ്ടെങ്കിൽ വിധി എഴുതുന്നത് എന്റെ പേരിലായിരിക്കും. അതോ ആരാ ഭരിക്കുന്നത്? ഉമർ റളിയല്ലാഹു ആണ്. കൊലപാതകത്തിന് കേസെടുത്താൽ ഞാൻ അതിൽ പ്രതിയാകൂലേ? പതുക്കെ ആ ചെറുപ്പക്കാരന്റെ ബാപ്പാനോട് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ മോനോട് എനിക്ക് വല്ലാത്ത പ്രണയം ഉണ്ടായിരുന്നു. ശരിയാ, പലർക്കും അതറിയതാ, പലർക്കും അറിയുന്ന കഥയാ. പക്ഷെ ഞാൻ അവന്റെ ശരീരത്തോട് വല്ലാതെ ആഗ്രഹിച്ചെങ്കിലും ഇങ്ങോട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്നതിലൂടെ പോകുമ്പോ വിളിച്ചു വരുത്തി. അദ്ദേഹം വീട്ടിലേക്ക് കയറി.
ഞാൻ എന്റെ താല്പര്യം പറഞ്ഞപ്പോൾ അത് ആ വീട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. ബാപ്പ വന്നു നോക്കുമ്പോൾ ശരീരത്തിന് ചലനമൊന്നും കാണുന്നില്ല. പിന്നെ അതാ പൊക്കിയെടുത്തു കൊണ്ടുപോയി. അതേ ശരീരത്തിന്റെ ശ്വാസം വിട്ടിട്ടില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ നിറം മാറാൻ തുടങ്ങി. സാധാരണ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി. പിന്നെ കണ്ടോ, അല്പനേരം കഴിഞ്ഞിട്ട് മരണപ്പെട്ടുപോയി. ജനാസ ഖബറടക്കം ചെയ്തിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിന്റെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഓതുകയാണ്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ മുന്നിൽ നിൽക്കണമെന്നല്ലോ എന്നുള്ള ഖൗഫ് കൊണ്ട് ജീവിച്ച് പിരിഞ്ഞു പോയവർക്ക് 2 സ്വർഗം അല്ലാഹു കൊടുക്കുന്നുണ്ട്, ഒന്നല്ല. അങ്ങനെ ഓതിത്തീരുമ്പോഴേക്ക് ഖബറിന്റെ ഉള്ളിൽ നിന്നതാ പ്രതിധ്വനി വന്നുപോയി, അന്നല്ലാഹ അഅതാനിഹിമാ യാ ഉമറൂ. ഉമറേ, ആ 2 സ്വർഗവും അല്ലാഹ് എനിക്ക് തന്നു കഴിഞ്ഞു. നിങ്ങളാ പറഞ്ഞ ഖൗഫിന്റെ മഖാമിന് 2 സ്വർഗമില്ലേ? 2ഉം എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാനിത് അനുഭവിക്കുന്ന ലോകത്താണ്. അതേ വികാരമൂർച്ച വരുമ്പോ റബ്ബിലേക്ക് മനസ്സ് തിരിക്കാനും വല്ലാതെ സ്വബർ പാലിക്കാനും മറക്കരുത്. മനുഷ്യൻ മതി മറന്നിട്ട് സർവ സുഖങ്ങളെ പിന്നാലെ പോയിട്ടും ഇസ്ലാമിനോട് ബന്ധമില്ലാതെ, അള്ളാഹുവിനോട് മനസ്സില്ലാതൊരു ചിന്തയുമില്ലാതെ വല്ലാതെ വഴിപിഴച്ചു പോയിട്ട് സുഖങ്ങളും ആർഭാടങ്ങളും ഒക്കെയുണ്ട്. പേരിനൊരു നിസ്കാരം ഉണ്ട്. ആ നിസ്കാരമാണെങ്കിലോ അതിന്റെ ലെവലും കാര്യങ്ങളൊക്കെ വേറെയാണ്. അതൊരു പേരിന് മാത്രമാണ്. കാരണം കുറ്റകൃത്യങ്ങളിൽ നിന്ന് തടയുന്ന നിസ്കാരമാണെങ്കിൽ സുബ്ഹാനല്ലാഹ് ഇതിലേക്കൊന്നും പോകൂല. യഥാർത്ഥ നിസ്കാരം, ഇഖ്ലാസുള്ള നിസ്കാരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് കുറ്റകൃത്യങ്ങളുമായി സല്ലപിക്കാൻ കഴിയൂല. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അത് യഥാർത്ഥ നിസ്കാരമാണ്. ഹാഫിദ് ഇബ്നു കസീർ പഠിപ്പിച്ചു, ആ നിസ്കാരത്തിൽ നല്ല ഖുശൂ ഉണ്ടാകും, നല്ല ഇഖ്ലാസ് ഉണ്ടാകും. ആ നിസ്കാരത്തിൽ എല്ലാ ഫർളും സുന്നത്തും ആദാബും ഒക്കെ ചേർന്നിരിക്കും. അങ്ങനത്തെ നിസ്കാരം തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നീചകൃത്യം ചെയ്യുന്നതിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തും, മനസ്സിനെ തടഞ്ഞു നിർത്തും, പോകാൻ അനുവദിക്കൂല. ശറഅ് വിരോധിച്ച കാര്യത്തിൽ നിന്നും ശരീരത്തെ പിന്തിരിപ്പിക്കും. അപ്പൊ സഹോദരന്മാരെ, നല്ല ഇഖ്ലാസോടുകൂടെ മുന്നേറുമ്പോ വരുന്നൊരവസ്ഥയാണ്. മറ്റൊന്ന് പരീക്ഷണം വരുന്ന ഘട്ടത്തിൽ ക്ഷമിക്കാൻ കഴിയണം. അള്ളാഹുവിനെ പറ്റി നല്ലത് ചിന്തിക്കാനുള്ള താല്പര്യം വേണം. കുടുംബത്തിൽ പരീക്ഷണം വരാം, സ്വന്തത്തിൽ പരീക്ഷണം വരാം, ഭാര്യമാരിലും മക്കളിലും പരീക്ഷണം വരാം, സമ്പത്തിൽ പരീക്ഷണം വരാം. ഏത് പരീക്ഷണം വന്നാലും അള്ളാഹുവിൽ ദുരുദ്ദേശത്തിന്റെ ഒരു ചിന്ത വരരുത്. എപ്പോഴും റബ്ബിനെ കൊണ്ട് ഹുസ്നുൽ. ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് അല്ലാഹ് എന്നെന്തിനാണ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചിന്ത വരരുത്. ഒരു ചെറിയ രോഗം വരുമ്പോഴേക്ക് എൻ്റെ ദോഷങ്ങൾക്കുള്ള കഫാറത്തായിരിക്കും ഇത്. ഞാൻ ഇത്രയും കാലം ദോഷം ചെയ്തിട്ട് അല്ലാഹ് എന്നെ പരീക്ഷിച്ചിട്ടില്ലല്ലോ. ഒരു ദിവസത്തെ ദോഷത്തിന് തന്നെ അല്ലാഹ് എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം മറച്ചു വെച്ച റബ്ബ് ഞാനൊരു ദോഷം ചെയ്തപ്പോ അതൊന്ന് പുറത്തോട്ടെ എന്ന് കരുതിയിട്ട് അല്ലാഹ് എനിക്ക് പനി തന്നതാ, എനിക്ക് വേദന തന്നതാ, എനിക്ക് ക്ഷീണം തന്നതാ. ഇതെന്റെ ഖൈറായ കാര്യങ്ങൾക്ക് തന്നെയാണ്. പരീക്ഷണ ഘട്ടം വരുമ്പോ അള്ളാഹുവിലേക്ക് തിരിയുന്ന മനസ്സ് വേണം. അതേ, കുഴങ്ങിപ്പോകാൻ പാടില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. പിശാചിന് സ്വാധീനമില്ലാത്ത മനസ്സ്, ശരീരം, മഹത്തുക്കളുടെ വലിയ ഒരു ലെവലാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ഒരു സദസ്സിൽ ഒരു യഹൂദി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നഹ്നു നഅ്ബുദു ബിഹുദൂരിൽ ഖൽബ് ബിലാ വസ്വാസി ശൈത്താൻ. പിശാചിന്റെ ഒരു ദുർബോധനവും ഇല്ലാതെ ഞങ്ങൾ മനസാന്നിധ്യത്തോടുകൂടെ ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ. വനസ്മഉ മിൻ അസ്ഹാബിക അന്നഹും യുസല്ലൂന ബിൽ വസ്വാസ്. നിങ്ങളെ അനുയായികൾ ശിഷ്യന്മാര് വസ്വാസോടുകൂടെ നിസ്കരിക്കുന്ന ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അല്ലാത്ത വസ്വാസാണല്ലോ ചിലപ്പോഴൊക്കെ. വസ്വാസ് എന്ന് പറഞ്ഞാൽ അതൊരു കാട്ടിക്കൂട്ടലല്ല, ഇത് ശരിയായ വശത്തിലാകണം എന്ന നിലക്കുള്ള ശ്രദ്ധയോടെ ചെയ്യുന്നത്. അപ്പൊ ഹുളൂറുൽ ഖൽബിന് വേണ്ടി ഒരു പക്ഷേ നിയ്യത്ത് ഹാജരാക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ഒരുങ്ങി നിൽക്കും. എന്നിട്ട് മനസ്സിൽ നിയ്യത്ത് രൂപപ്പെടുത്തിയ ശേഷം മനസാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കും. അപ്പൊ യഹൂദി പറയുന്ന നിങ്ങളെ ഇബാദത്തിനൊക്കെ ഇങ്ങനെ കുറെ സമയം പിടിക്കുന്നുണ്ടല്ലോ, അതൊരു ശൈത്താന്റെ വസ്വാസം കൊണ്ടാണ്. ഞങ്ങളെ ഇബാദത്തിൽ അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ കറക്റ്റായിട്ട് ഇബാദത്ത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് യഹൂദി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, അയാൾക്കൊന്ന് മറുപടി പറഞ്ഞു കൊടുക്കുകയെന്ന്. ഞാൻ പറയുന്നില്ല സിദ്ദീഖെ, നിങ്ങൾ പറഞ്ഞു കൊടുക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഹൂദിയെ വിളിച്ചിട്ട് ചോദിച്ചു,